ഇപ്പൊ ഏറിന്നൊക്കെ ഇറങ്ങി ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇട്ടു. പക്ഷെ പിന്നെന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം, ഒരു അന്നത്തെ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഒരു 5K സബ്ബായി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തു മറ്റേ പൈസ കിട്ടുക അന്നൊക്കെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടിയില്ലെങ്കിൽ അന്ന് അയ്യരുകളാണ് കടത്തിന്റെ പ്രശ്നങ്ങള്. 1.5 ലക്ഷം റുപ്യത്തെ കിട്ടിയപ്പോൾ ഭയങ്കര പുലി പറഞ്ഞു. ഞാൻ കിട്ടില്ല എന്ന് വെച്ചിട്ട് എന്തേ അത് പറ്റിയില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു കിട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കിട്ടിയത് മറ്റേ 1.5 ലക്ഷം റുപ്യ കിട്ടി. അത് കിട്ടിയപ്പോ തന്നെ ഞാൻ ഓടിയെന്ന വണ്ടി ഞാൻ വാങ്ങി, ഓട്ടോറിക്ഷ ഓടിയെന്ന വണ്ടി ഞാൻ വാങ്ങി. ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ മല്ലു ഫാമിലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്നെ ട്രോളിന് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മെസ്സേജ് പറയും അത് സുജിനേട്ടാ ഇങ്ങനെ മോണിറ്റേഷൻ, അവരുടെ മോണിറ്റേഷൻ ഞാൻ എന്റെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ ചെറിയൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സീരിയലുകൾ അവസാനിച്ചിരുന്നു. അത്രയും 67,000 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്തു. ആൾക്കാർ വെച്ചാൽ വീഡിയോയിൽ കാണുമ്പോ എന്താ റിച്ച് ആണ്, അതാണ് ഇപ്പൊ കയ്യിൽ പൈസ ഉണ്ട്. ശരിക്കും മല്ലു ഫാമിലിക്ക് അഹങ്കാരം ഉണ്ടോ? ഞങ്ങൾ നേരിട്ട് അറിയുന്നവരോ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചവരോ ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് തോന്നിയ സംസാരിച്ചു. പിന്നെ സ്പേസും ഇല്ല സ്പീഡും ഇല്ല. സോ സാഡ്. എന്തുവാടേ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഹായ്, വെൽക്കം ടു മാഡൻ ലൈവ് ക്ലിക്ക് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ട്രോള് കൊണ്ട് അയ്യരുകളി ആയിട്ടുള്ള നമ്മുടെ മലയാളി സെൻസേഷൻ കപ്പിൾസ് ആയിട്ടുള്ള മല്ലു ഫാമിലിയാണ്. വെൽക്കം ടു ദ ഷോ. എന്തായാലും കുറെ നാളെ എയറിലായിരുന്നു. ഇപ്പൊ എയറിന്നൊക്കെ ഇറങ്ങി ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇപ്പൊ എന്തൊക്കെയാണ് വിശേഷം? കറന്റ്ലി ഉള്ള ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. ഇപ്പൊ സുഖമായിട്ട് പോകുന്നു, ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ട് പോകുന്നു. ഇനി ഇന്റർവ്യൂ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ അതൊരു പ്രാർത്ഥനയുള്ളൂ. ഓക്കെ, എന്തായാലും മല്ലു ഫാമിലിയുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നൊരു ചാനലായിരുന്നു മല്ലു ഫാമിലി. പക്ഷെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ചാനലിൽ ഫോളോ ചെയ്യുന്നത് നിർത്തി. പിന്നീട് അങ്ങോട്ട് എനിക്ക് മല്ലു ഫാമിലിയുടെ അടുത്ത് എനിക്ക് തോന്നി ഓക്കെ ഈ ഒരു ചാനൽ ശരിക്കും ഒരു ഫാമിലി വൈബുള്ളൊരു ചാനലായിരുന്നു. എങ്ങനെയായിരുന്നു മല്ലു ഫാമിലിയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഇപ്പോൾ അത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല, ചേച്ചിയും മാഡനും കൂടിയിട്ടാണ് ചാനല്. ഞാൻ ഡെലിവറി ആയിട്ട് മോൻ്റെ ഡെലിവറി ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ചേച്ചിയും ഏട്ടനും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 50K സബ്ബൊക്കെ ആയപ്പോഴാണ് ഞാൻ വരുന്നത്. പിന്നെ അങ്ങനെ ഞാൻ അമ്മ, ഏട്ടൻ, ചേച്ചി, പിന്നെ മോൻ, ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി വർക്ക് ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മല്ലു ഫാമിലിയുടെ സബ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പം സുജിൻ എങ്ങനെയാ ഈ ഒരു മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ആലോചനയൊക്കെ വന്നത്? അല്ല, ഞങ്ങള് കുറച്ചൊക്കെ വർത്താനം പറയും, നല്ല അറിയുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഇരുന്നിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ ആദ്യം നന്നായിട്ട് ഇപ്പോഴും സിനിമകൾ നന്നായിട്ട് ഇങ്ങനെ കാണും. സിനിമ എല്ലാ വെള്ളിയാഴ്ചയും പടത്തിന് പോകും ഞങ്ങള്. അപ്പോൾ സിനിമ കാണുമ്പോൾ സിനിമയെ പറ്റി കുറച്ച് അറിയുന്നത് ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കൊണ്ട് കൂട്ടുകാരൊക്കെ കാണുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരം എല്ലാവരും പറയും ആൾക്ക് അതിനെപ്പറ്റി സംസാരിക്കും. അപ്പൊ യൂട്യൂബ് പറയുമ്പോൾ അതൊരു പേടിയായിരുന്നു. ഇനി അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അല്ലെങ്കിൽ നമ്മളെ പോലെ ആൾക്കാർക്കൊന്നും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സംഗതിയായിരുന്നു ആ സമയത്ത്. പിന്നെ ആ സമയത്ത് കൊറോണ വന്നിട്ട് വീട്ടിലിരിക്കായിരുന്നു. മാർച്ചിലാണ് കൊറോണ വരുന്നത്. അപ്പം ഓട്ടോറിക്ഷ ഓടിക്കാണ്. അപ്പൊ അങ്ങനെ 21-ാം തീയതിയാണ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ആവുന്നത്, മാർച്ച് 21-ാം തീയതി. അപ്പൊ അങ്ങനെ നമുക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ പിറ്റത്തെ മാസം ഏപ്രിൽ 8-ാം തീയതിയാണ് ചാനൽ. അപ്പൊ അങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ വെറുതെ അന്ന് ഞങ്ങൾക്ക് ടിക്ടോക്കിൽ 8 ലക്ഷത്തിന്റെ അടുത്ത് സബ് ഉണ്ട്, സബ് അല്ല ഫോളോയിങ് ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പിക്കൊരു ഇത് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ നമുക്കറിയാം എങ്ങനെ പറയാം, അപ്പൊ നമ്മളെ വർത്തമാനം മറ്റവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളിപ്പോ സാധാരണ ആൾക്കാർ എങ്ങനെയൊക്കെ ഇങ്ങനെ യൂട്യൂബ്, ഇപ്പൊ ഞാൻ യൂട്യൂബ് തുറന്ന അന്ന് നോക്കാൻ സമയത്ത് നമ്മളെ മറ്റുള്ള വലിയ വലിയ ചാനൽ ഫോട്ടോക്ക് അങ്ങനത്തെ വലിയ വലിയ ചാനലുകൾ മാത്രം തന്നെ ഉള്ളൂ. അപ്പൊ അവരെ കാണുമ്പോൾ അവർക്ക് വലിയ വലിയ സെറ്റപ്പാണ്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ വെറുതെ പെങ്ങളൊപ്പം ഇങ്ങനെ കാണുമ്പോൾ അവളെയും വിളിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ വെറുതെ ഒരു വീഡിയോ പറഞ്ഞിട്ട് യൂട്യൂബിൽ വെറുതെ ഇട്ടതാണ്. ഇട്ടിട്ട് ടിക്ടോക്കിൽ ഇതുപോലെ നമുക്കൊരിക്കലും ഇതിന് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും, നമ്മളെ പ്രശ്നങ്ങൾ തീരുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഞാനും പെങ്ങളും പാടെ അപ്പൊ തന്നെ ഉച്ചയ്ക്ക് അതേ ഡ്രസ്സ് ഇട്ടിട്ട് ആ വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ട്.
ഞങ്ങളപ്പൊ തന്നെ ഒരു ചാനൽ ഞങ്ങൾ വെറുതെ പറഞ്ഞു അന്ന് ഒരു അങ്ങനെ intro പോലെ സുജാന്ന് ഞങ്ങളെ പറഞ്ഞിട്ട്. ടിക്ടോക്കിന്റെ പേരെന്നായിരുന്നു യൂട്യൂബിൽ ഇട്ടുണ്ടാന്ന്. ഞാൻ സുജിൻ പൊന്നൂസ് തന്നെയായിരുന്നു ഇട്ടുണ്ടാന്ന്. വെറുതെ ഇട്ടാണ് അങ്ങനെ ഇട്ടു. പിന്നെ ടിക്ടോക്കിലപ്പോ ചെറിയൊരു വീഡിയോ ഇട്ടു, അങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇട്ടു. പക്ഷെ പിന്നെന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം, ഒരു അന്നത്തെ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഒരു 5K സബ്ബായി. അതിൽ പിന്നെ എന്നെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എനിക്ക് വല്ലാണ്ട് ഒരു പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ എന്നെ ഹലോ ഞാൻ വിളിച്ചാൽ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഈ നന്നായിട്ട് ചെയ്തു അതൊക്കെ. അന്നൊക്കെ ഞാൻ ഇട്ട ഫസ്റ്റ് പിടിച്ചിട്ട് ഒരു 15K വ്യൂസ് കൂടുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇന്ന് നല്ല പോലെ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് അതിനെ പറ്റി അറിയാനായിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ യൂട്യൂബിൽ ഇരുന്നിട്ട് തന്നെ മറ്റുള്ള ഓരോ യൂട്യൂബറുടെ വീഡിയോസിൽ നിന്ന് കാണാൻ തുടങ്ങി. കണ്ട് പിന്നെ ഡെയിലി വിടാൻ തുടങ്ങി. എന്റെ രണ്ടാമത്തെ വീഡിയോ തന്നെ ഞങ്ങള് പട്ടപ്പരയിൽ ഞങ്ങൾ താമസിച്ചത് പണ്ട് ഓലപ്പരയില്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പൊ അതൊക്കെ ആ സമയത്ത് നല്ല കമന്റ്സ് ആയിരുന്നു. കഴിഞ്ഞ കാലങ്ങൾ പറയാൻ പല ആൾക്കാർക്കും മടിയാണ്, നമ്മൾ കാട്ടിന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പോസിറ്റീവും വ്യൂസ് കിട്ടി. അതായത് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ കാണിച്ചപ്പോ ആദ്യം അത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ അങ്ങനെ അതിനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പൊ സാരി എടുക്കുക, ഡ്രസ്സ് മാറി. ഇപ്പൊ ഞാൻ ഡ്രസ്സ് മാറി നമ്മള് വീട്ടിൽ എങ്ങനെയാണോ നിൽക്കണം, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വീട്ടിൽ എന്ത് ഡ്രസ്സാണ് ഇടുന്നത് അതിൽ തന്നെ വീഡിയോ ചെയ്യും. ആ സമയത്തും അങ്ങനെ തന്നെ ഞങ്ങള്. അപ്പോ അതും രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ഇതുപോലെ 25K 30K വ്യൂസ് ആയി. അങ്ങനെ വീഡിയോ പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി. കമന്റ്സുകൾ വന്നപ്പോ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോ ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടു. 37 ദിവസം കൊണ്ട് 1 ലക്ഷം സബ്ബായി. പക്ഷെ പ്ലേ ബട്ടണും ഇതൊന്നും കിട്ടിയില്ല. എനിക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തു മറ്റേ പൈസ കിട്ടുക. അന്നെങ്കിൽ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടിയില്ലെങ്കിൽ അന്ന് അയ്യരുകളാണ് കടത്തിന്റെ പ്രശ്നങ്ങള്. ഞാനിവിടെ താലിമാല അടക്കം കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ നമ്മൾ ആ സമയത്ത് വീഡിയോ ചെയ്തു. കാരണം ആ സമയത്ത് നമുക്ക് കടം ചോദിച്ചാലും കിട്ടില്ല. കടം ചോദിച്ചാൽ കിട്ടണമെങ്കിൽ ഞാൻ കടം ഭയങ്കര തിരിച്ചു കൊടുക്കേണ്ട സമയത്ത്. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ നടന്നു. പക്ഷെ പിന്നെ എന്തോ ഒക്കെ മറ്റേ യൂട്യൂബിൽ നിന്ന് 3 മാസം കഴിഞ്ഞ എമൗണ്ട് കിട്ടും എനിക്ക്. ഈ AdSense പറ്റിയിട്ടൊന്നും എനിക്ക് അങ്ങനെ വല്ലാണ്ട് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തു. അതൊക്കെ റെഡിയായി. ഫസ്റ്റ് എമൗണ്ട് എനിക്ക് കിട്ടുന്നത് എത്ര 25 32 എത്ര റുപ്യ ഫസ്റ്റ് കിട്ടണേ. അത് കിട്ടിയപ്പോ തന്നെ കുറച്ച് കടങ്ങളൊക്കെ വീട്ടി. പിന്നെ എനിക്ക് രണ്ടാമത് 1.5 ലക്ഷം റുപ്യ കിട്ടിയപ്പോൾ ഭയങ്കര പുലി പറഞ്ഞു. ഞാൻ കിട്ടില്ല എന്ന് വെച്ചിട്ട് എന്തേ അത് ചെയ്തു. പക്ഷെ എല്ലാവരും പറഞ്ഞു കിട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കിട്ടിയത് മറ്റേ 1.5 ലക്ഷം റുപ്യ കിട്ടി. അത് കിട്ടിയപ്പോ തന്നെ ഞാൻ ഓടിയെന്ന വണ്ടി ഞാൻ വാങ്ങി. ഓട്ടോറിക്ഷ ഓടിയെന്ന വണ്ടി ഞാൻ വാങ്ങി. പിന്നെ ഒരു മാസം വണ്ടി കിട്ടിയപ്പോ പിന്നെ എന്റെ പെങ്ങളെ കല്യാണം ആയിരുന്നു. എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ള സംഗതിയായിരുന്നു. എന്താ ഒരു പവനും കൂടിയും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കുടുംബക്കാരൊക്കെ ഇങ്ങോട്ട് എഴുതി തള്ളിയതും ഞങ്ങളെന്നെ. അത് നന്നാവില്ല. അപ്പൊ ഞാനൊക്കെ ഓട്ടോറിക്ഷ ഇവരോട് ഇനി എന്തെങ്കിലും സംസാരിക്കാൻ പോയി ഇനി ഇവരെ സഹായിക്കേണ്ടി വരുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കണു. അങ്ങനെ അമ്മ സാധാ കൂലിപ്പണിക്ക് പോണു, സാധാരണ ഓലപ്പേരയിൽ ഇരിക്കണു. അപ്പൊ അങ്ങനെ എഴുതി തള്ളിയിലായിരുന്നു. പിന്നെ എന്തോ അറിയില്ല, ചിലപ്പോ എന്റെ അമ്മയുടെ പ്രാർത്ഥന നമ്മളെ നല്ലതൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ എന്റെ അമ്മ ആഗ്രഹിച്ചതിനൊക്കെ മേലേക്ക് നല്ല രീതിക്ക് തന്നെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു. ഒക്കെ യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബ് നമ്മൾ ഈ സബ്സ്ക്രൈബ് ഫാമിലി അവരെന്നെ എല്ലാവരും അവരെ സപ്പോർട്ട് കൊണ്ട് തന്നെ നല്ല രീതിക്ക് അടിപൊളിയായി. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ കുറെ ഇൻസിഡന്റുകളും അങ്ങനത്തെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു സപ്പോർട്ട് പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നുകൊണ്ട് ചോദിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഇൻസിഡന്റ് കാണിച്ച് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങി. വീഡിയോസ് ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ഇടുന്നു. അങ്ങനെ മെല്ലെ 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 അതിനകത്തൊരു അഡിക്ഷൻ കയറിയോ? പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്താലും വീഡിയോ ഇടാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു ദിവസം വീഡിയോ അത് 7 മണിക്ക് വീഡിയോ ഇടും. അപ്പൊ ഇതെന്ന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ പിന്നെ എനിക്ക് വേറൊരു പണിക്ക് പോകണ്ടാണ്. ഓട്ടോറിക്ഷ ഓടിയെന്ന് തന്നെ ആദ്യം. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് തന്നെ ഫുൾ ഇരുന്നു. ഈ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഇങ്ങനെ പെട്ടെന്ന് സുജിൻ ഭയങ്കര പാവമായോണ്ടാണ് ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ വാക്കുകൾ എടുത്തു വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആക്ച്വലി നമ്മൾ പറയുന്നത് ഞാൻ കാരണം കുറെ ആൾക്കാരെ ചാനലൊക്കെ ഇതായിരുന്നു മോട്ടിവേഷൻ. കാരണം എനിക്ക് മെസ്സേജ് കുറെ ഇന്ന ട്രോളിന് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മെസ്സേജ് പറയും അത് സുജിനേട്ടാ അങ്ങനെ മോട്ടിവേഷൻ. അവരുടെ മോട്ടിവേഷൻ ഞാൻ എന്റെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നോട്. അത് മറ്റോട് പറഞ്ഞിട്ട് ഞാന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് എടുക്കണതിന് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കുക. നമ്മൾ ചെയ്യാറില്ല, നമ്മള് നന്നാവട്ടെ അത്ര തന്നെ. നമ്മൾ ചോദിച്ചു വന്നത് ഈ ഇങ്ങനത്തെ വീഡിയോസ് ഇടാനുള്ള ഒരു ഇത് പെട്ടെന്നൊരു അഡിക്ഷൻ കയറിയോ? അഡിക്ഷൻ അല്ല. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ഫാമിലി ബ്ലോഗേഴ്സ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മള് ഫാമിലിത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചു വരുമ്പോൾ ഒരു കമന്റ്സ് നെഗറ്റീവ് വന്നാൽ അത് പിറ്റേ ദിവസം ഞാനത് ക്ലിയർ ആക്കിയായിരുന്നു. കാരണം അവർക്ക് പോലും കൂടി നമ്മളടുത്ത് ഒരു പ്രശ്നം ഒരു ദേഷ്യം തോന്നരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇവളെന്നെ പറ്റിയിട്ടോ അമ്മയെ പറ്റിയിട്ടോ ഫസ്റ്റ് എനിക്കൊരു നെഗറ്റീവ് എനിക്ക് വന്നത് ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാല് അമ്മ എന്തോ ഇവളെ പിടിച്ച് തള്ളീന്നോ മരുമക അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നെഗറ്റീവ് വന്നു. അത് അന്ന് ആ കമന്റിന് കുറെ ലേക്ക് കയറി. അപ്പൊ അത് പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ക്ലിയർ ആക്കി.
തള്ളിയതല്ല, അത് അമ്മ അങ്ങനെ നമ്മൾ ഓടിട്ട വീട് അവിടെ ആയിരുന്നു. അപ്പൊ ആ വീടിന്റെ ഇതുമെന്ന് കൈയായപ്പോ അങ്ങനെ അതുപോലെ ക്ലിയർ ആക്കിയ. പക്ഷെ അത്ര ഇതായിരുന്നു നെഗറ്റീവ് വരരുത് എന്ന്. അല്ല, നമ്മളിപ്പം ആൾക്ക് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി അവര് നമ്മളൊരു ഫാമിലിയെ പോലെ തന്നെയാണ് നമ്മളെ കാണുന്നത്, അവരുടെ ഒരു ഫാമിലി ഇത്തരം അംഗങ്ങളായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പം അവരെന്ത് ചോദിച്ചാലും നമ്മൾ അതൊക്കെ കാണിക്കും. അവർക്ക് ഇഷ്ടമായിരുന്നു നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അറിയാനും, നമ്മുടെ വീട്ടിലത്തെ പഴയ കാര്യം, പേട്ടനെ ചേച്ചിയൊക്കെ പഴയ ലൈഫിനെ പറ്റി അറിയാനും. ഇതൊക്കെ അവരായിട്ട് നമ്മളോട് കാരണം അവരുടെ അതേ ലൈഫിൽ പോയിക്കൊണ്ടിരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമായിരുന്നു ഏട്ടനെ ചേച്ചിക്ക് ലൈഫ് അറിയാൻ വേണ്ടിയിട്ട്, അമ്മ എങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ അച്ഛനില്ലാതെ 2 മക്കൾ വളർത്തിക്കൊണ്ടു. അപ്പം നമ്മൾ ഓരോ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ റിപ്ലൈ ആയിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്യണം. അത് പിന്നെ അതിങ്ങനെ ശീലായി. അവർ ചോദിക്കുമ്പോൾ അത് റിപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്കതൊരു ഹാബിറ്റായി മാറി. പിന്നെ നമുക്കത് ആദ്യമേ അങ്ങനെ കാണിച്ചു വന്നതുകൊണ്ട് പിന്നെ നമുക്കത് പറയാതിരിക്കാനും പറ്റാതെ, നമുക്കതൊന്നും മറച്ചു വെക്കാനും പറ്റുന്നില്ല. നമുക്ക് പിന്നെ പേടിയായിരുന്നു എന്തിനും മറച്ചു വെച്ചിട്ട് വേറെ വല്ല രീതിക്ക് അവർ അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് പ്രശ്നമാവും. നമ്മൾ ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നായിരുന്നു. നമ്മൾ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാന്നല്ല, അവർക്ക് അങ്ങനെ ഇല്ലായിരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം അവര് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല്, അല്ലെങ്കിൽ പുറത്തുനിന്നത് വേറെ ആരെങ്കിലും പറഞ്ഞറിയുക, അല്ലെങ്കിൽ വേറെ ചാനലായിട്ട് പറഞ്ഞറിയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് അവർക്ക് നമ്മളോട് ദേഷ്യമാവോ. നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ ഏട്ടൻ എന്നോട് ദേഷ്യം വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഏട്ടനോട് ദേഷ്യം, അങ്ങനെയായിരുന്നു അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുക, അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും നമ്മളോട് തോന്നുക എന്നുള്ള ഒരു ഇതിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ ഉള്ളൊക്കെ ഓപ്പണായി പറഞ്ഞ് അങ്ങനെ പോവായിരുന്നു. അതിന്ന് പിന്നെ ഫണ്ടുണ്ട്. ഒരു ബൈക്ക് എടുത്ത പ്രശ്നമാണ്. അല്ല, ഞാൻ കേട്ട് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങിയെന്ന് അന്ന് ഞാൻ വീട് വാങ്ങുന്നതിന്റെ മുന്നേ വണ്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ടായിരുന്നു കൂടുതൽ കമന്റ്സ് വന്നിട്ട്. അന്ന് ഓൾറെഡി എന്റെ കയ്യിൽ വേറൊരു ബൈക്കും സ്കൂട്ടി ഉണ്ട്. അപ്പൊ അത് കൂടാതെ ഞാനൊരു ബൈക്ക് എടുത്തു, കാറും ഉണ്ട്. അപ്പൊ അത് കൂടാതെ ഞാനൊരു ബൈക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അന്നാണ് ഏറ്റവും കൂടുതൽ ഈ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറയാം. അത് ശരിക്കും അന്ന് ഞാൻ അനുഭവിച്ചു. കാരണം 16,000 അടുത്ത് എല്ലാവരും തളർന്നു. എന്റെ അളിയനൊക്കെ ആകെ ഇതായിരുന്നാന്ന് പറയാം. അത്ര ഇന്നെ പറ്റിയാണ് പറഞ്ഞത്. കാരണം അത്രയും 67,000 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്തു അന്ന്. ഓക്കെ, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം അയ്യോ, ഞാൻ ഇത്രയും നല്ലൊരു 8,67,000 സബ് എന്നാണ്. നമ്മള് ഒരു ദിവസം 20,000 സബ് വെച്ച് കയറിയായിരുന്നു. ഒരു ദിവസം 7 മണിക്ക് വീഡിയോ ഇട്ടാ പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴേക്ക് 20,000 18K വരെ സബ് ഡെയിലി കയറിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോയിരുന്നാണ്. മറ്റേ ഒരു നെഗറ്റീവ് പോലും വരുത്താതെ നല്ല രീതിക്ക്. പക്ഷെ ഞാൻ ആ ബൈക്ക് എടുത്തു. ഞാൻ ആ ബൈക്കിന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് തംബ്ലൈൻ ഇടുന്നത്. 12 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇതിട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ കേട്ടില്ല. എന്റെ അമ്മയും പെങ്ങളും ഇവളും ഒക്കെ പറഞ്ഞു ആ വണ്ടി എടുക്കണ്ടെന്നും ആ വണ്ടിയുടെ ക്യാപ്ഷൻ അങ്ങനെ ഇടണ്ടെന്നും ഒക്കെ എന്റെ അടുത്ത് എടുത്തുചാട്ടത്തിൽ കൂടുതലാണ്. അല്ല, ഞങ്ങൾ വീടിന്റെ കാര്യങ്ങൾ അവിടെ എടുക്കുമ്പോ അത് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ അതിന്റെ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട് അത് റിവീൽ ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ റിവീൽ ചെയ്യേണ്ടതായിട്ടാ, അത് കഴിഞ്ഞിട്ട് മതി നമ്മളെല്ലാരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താന്ന് കുറച്ച് കൂടുതലാ. എനിക്ക് തോന്നുന്നു സുജിന്റെ മനസ്സ് ഭയങ്കര ശുദ്ധ. ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നത് പറയുന്ന പോലെ മനസ്സ് ഭയങ്കര ശുദ്ധമാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇവരെന്റെ പ്രഷറാണ്, ഇവര് കാരണം കൊണ്ടാണ് എനിക്ക് ലൈഫിൽ നല്ല മെച്ചുണ്ടായത്. അപ്പൊ എല്ലാം ഇവരെ അറിയിക്കണം എന്നുള്ളൊരു പോയിന്റ് നമ്മളെ പറഞ്ഞായിരുന്നു. നിങ്ങളിലൂടെയാണ് നമുക്ക് എല്ലാം കിട്ടിയിട്ടുള്ളത്. പോലും കൂടി നമ്മള് എല്ലാവരും വിളിച്ചിരുന്നു. നമ്മളെ ഫോളോ ചെയ്യുന്ന ആർക്കും ആണെങ്കിലും വീട്ടിലേക്ക് വരാന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു കുട്ടിയുടെ ബർത്ത്ഡേ നടത്തിയതും എല്ലാം. നമ്മൾ അത്രയും തരുന്നത്. എനിക്ക് അങ്ങനത്തെ ആരെടുത്തും ഒരു കാരണം അല്ലേ, ഏതെങ്കിലും ഒരാളെടുത്ത് എനിക്ക് നെഗറ്റീവായിട്ട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റി ഇഷ്ടം പോലെ ഇപ്പോഴും ഇടുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാതെ ഉള്ളൂ, ആ വീഡിയോ റിമൂവ് ആയി പോകും. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. നമ്മള് രക്ഷപ്പെടും, അവരും കൂടി രക്ഷപ്പെട്ടോട്ടെ. ഞാനായിട്ട് ആർക്കും എന്താ അങ്ങോട്ട്. പക്ഷെ നമ്മളോട് അങ്ങനെ ട്രോൾട്ട് വീഡിയോ ചെയ്യുന്നവരൊന്നും പുറത്ത് വെച്ച് കാണുമ്പോ നമ്മളോട് അങ്ങനെ പെരുമാറില്ല. ഇപ്പൊ ഞങ്ങള് 2 ദിവസം മുന്നേ പോലും കൂടി ഇപ്പൊ 9-ാം തീയതി രാത്രി ഞങ്ങൾ ഇതുപോലെ പെരിന്തൽമണ്ണയ്ക്ക് ഡ്രസ് എടുക്കാൻ പോയിട്ട് ഞാനും ഇവളും പിന്നെ എന്റെ കൂട്ടുകാരനും പിന്നെ എന്റെ പെങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ പോയിരുന്നത്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലെ ഫേസ്ബുക്കിലത്തെ കുറിച്ച് അമ്മമാര് കുറച്ച് നെഗറ്റീവായിട്ട് നല്ല തെറി വിളിക്കും. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഫാമിലി വ്ളോഗ് ഫേസ്ബുക്കിൽ പോവില്ല. നമ്മൾ അതിലിപ്പോ നോർമലായിട്ട് ഇങ്ങനെ പൊന്നൂസ് അമ്മ അങ്ങനെയൊക്കെ പറയുമ്പോ അതിലെ ആൾക്കാർ നല്ല തെറി വിളിക്കാറുണ്ട്. പിന്നെ ഞാൻ അതുപോലെ 2-3 വീഡിയോസ് കുറച്ച് ഈ പാലിയൊക്കെ ടോളിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, കൂടുതൽ. അതിലിതുപോലെ പെരുന്നമ്മ കണ്ടപ്പോ ഏട്ടൻ വന്നിട്ട് വേഗം വന്നിട്ട് സംസാരിച്ചിട്ട് മറ്റേ ഫേസ്ബുക്കിൽ പ്രശ്നം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോ നമ്മൾ പറയുന്നത് നല്ല രീതിക്ക് തന്നെ സംസാരിക്കുന്നത്. ട്രോളിംഗ് കൊണ്ടിരിക്കുന്ന ഒരു ചാനലിനുണ്ട്. അവരെ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് കണ്ടപ്പോ പോലെ അവര് എനിക്കാളെ മനസ്സിലായിട്ടില്ല, വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരിന്റെ അടുത്ത് വേഗം ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചു. ഇന്ത്യയിൽ നിന്ന് എന്റെ പേഴ്സണൽ നമ്പറൊക്കെ വാങ്ങി സംസാരിച്ചു. ഇപ്പൊ അല്ല കമ്പനിയാണ്. ഇപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ മെസ്സേജ് ട്രോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും കൂടി വിളിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ്
വിടുള്ളൂ. അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനായിട്ട് അങ്ങനത്തെ ഒരു അപ്പൊ നമ്മളെ ട്രോളുന്നവരോടൊന്നും നമുക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ പറയുമ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് ഫാമിലി പോലെ കൊണ്ടു നടക്കുന്നവരാണ് മല്ലു ഫാമിലി. അപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പോയപ്പോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിർത്താണ്, എന്നെ അവർ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ബൈക്കിന്റെ ഇഷ്യൂ വന്നപ്പോ ശരിക്കും ഞങ്ങള് ശരിക്കും ഡൗൺ ആയി. എല്ലാരും ശരിക്കും ഡൗൺ ആയി. അന്ന് നമുക്ക് അറിയില്ല സോഷ്യൽ മീഡിയ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഫാമിലികളുടെ കാര്യം വന്നത് നമ്മൾ കാണിക്കുന്നു, നമ്മൾ അത്രയും നാളും അങ്ങനെ തന്നെയായിരുന്നു, അതുപോലെ അതും കാണിച്ചു. ഞാനൊരു വീഡിയോ ഇട്ടു, ചെക്കന്മാരൊക്കെ പാടെ ഇരിക്കണത്. അത് ഞാൻ ആ വീഡിയോ ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്താണ്. പക്ഷെ എന്തോ തൊട്ടതൊക്കെ ഒന്ന് പ്രശ്നമായിരുന്നു. അപ്പൊ അത് ഞാൻ ആ ബൈക്കിന്റെ പ്രശ്നം ഞങ്ങൾ ആ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്റെ ഇപ്പം കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പൊ അവരെയും പാടെ വിളിച്ച് ഇരുത്തിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ സംസാരിക്കുന്നത്. പക്ഷെ അത് ആൾക്കാർ വേറെ രീതിയിൽ അവരെല്ലാം കൂടി ആറ്റിന് ചില്ലാക്കാൻ നോക്കിയതാണ്. പക്ഷെ അതെല്ലാം കൂടി കുഴഞ്ഞും പറഞ്ഞു സബ്സ്ക്രൈബ് ആൾക്കാരെന്ന് ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് ചെക്കന്മാരെ വിളിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ആ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ ഒരു 3-4-5 ചെക്കന്മാരുണ്ട്. അവർ തന്നെയാണ് ആ വീഡിയോയിലുള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ നോർമലായിട്ട് പറഞ്ഞു അതിന്റെ ഒരു ആഗ്രഹമായിരുന്നു, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, അത് ഞങ്ങൾ EMI ഇട്ട് എടുത്തൊക്കെ പറയുന്നത്. അവര് ഞങ്ങളെ കളിയാക്കാണ്. അവര് മറ്റേ 12 ലക്ഷത്തിന് വണ്ടി എടുത്തോണ്ട് അവര് ഞങ്ങളെ കളിയാക്കാണ്. പക്ഷെ അത് സബ്സ്ക്രൈബേഴ്സിനെ കളിയാക്കാണ്. അന്ന് പോയി 14 കേസ് പോയി. ഒരു 3 വട്ടം നമുക്ക് 8 ലക്ഷം ആവും, പിന്നെ ബാക്കിക്ക് വരും 8 ലക്ഷം ആവും. അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല, നമുക്ക് മാത്രമുള്ള. ഇനി ഇതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ തംബ്നെയിൽസ് കൊടുക്കാം. ഇതാണ് നിങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ അഹങ്കാരമാണ് മല്ലു ഫാമിലിക്ക്. എനിക്കൊരു ആ ഒരു ബൈക്കൊക്കെ വാങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ കുറച്ചും കൂടി ഒന്ന് പച്ച പിടിച്ചൊന്ന് സെറ്റായി വരുന്ന ആ സമയത്താണ് ഈ അഹങ്കാരമാണ് മല്ലു ഫാമിലിക്ക്. ഇത് എന്തുകൊണ്ടായിരിക്കും സബ്സ്ക്രൈബേഴ്സ് പറയാൻ കാരണം? നിങ്ങളുടെ വീഡിയോസിന്റെ പ്രശ്നമാണോ, തംബ്നെയിലിന്റെ പ്രശ്നമാണോ, അതോ ശരിക്കും മല്ലു ഫാമിലിക്ക് അഹങ്കാരം ഉണ്ടോ? ഞങ്ങൾ നേരിട്ട് അറിയുന്നവരോ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചവരോ ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് തോന്നിയോ? സംസാരിച്ച സത്യമായിട്ടില്ല. ഞാൻ വേറെ എന്തൊക്കെയോ തോന്നുന്നു. നല്ലത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് തോന്നാൻ. ഇപ്പൊ ഞാനൊരു പറയല്ലേ, അത്രയും കടം കയറി നടന്നേരുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ ഞാൻ എന്റെ ആഗ്രഹങ്ങള് സഫലമാക്കാൻ നോക്കിയപ്പോ അത് പുറത്തുള്ള ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സിന് തന്നെ പറയണ്ട. ഇപ്പൊ നമ്മുടെ ഫാമിലി, നമ്മളറിയുന്നവർക്ക് പോലും കൂടിയും ഞങ്ങളൊന്ന് ഇത്രയും അതപ്പതിച്ച് കിടക്കുന്ന ആൾക്കാരൊന്ന് പൊന്തി വന്ന് അവർക്ക് പോലും സഹിച്ചിട്ടില്ല. പിന്നെ നമുക്കിപ്പോ പുറത്തുള്ള ആൾക്കാരുടെ നമ്മുടെ അഹങ്കാരാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്കൊരു പൈസ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാ, നമുക്ക് ഇല്ലാത്തത് നമ്മൾ നേടുക എന്നുള്ളവരെ നമ്മൾ ആദ്യം ചെയ്യാം. നമുക്കില്ലാത്ത നമ്മൾ അതുവരെ ജീവിക്കാത്ത, ഇപ്പം എന്റെ കാര്യം പോട്ടെ, ഇപ്പൊ ചേച്ചിയായിട്ടും നമുക്ക് അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്. അപ്പം അവര് ആദ്യം നോക്കുക എന്താ, അവർക്ക് അത്രയും നാടില്ലാത്ത ഒരു 10-25 വർഷമായിട്ട് അവരുടെ ലൈഫിൽ ഇല്ലാത്ത സംഭവങ്ങൾ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പൈസ കയ്യിൽ കിട്ടുമ്പോൾ നോക്കുക. അപ്പൊ അത് പിന്നീട് അവർക്ക് മറ്റുള്ളവർക്ക് അഹങ്കാരമായി തോന്നിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒന്നായിരിക്കും അഹങ്കാരം എന്നുള്ള പേരാണ്. പിന്നെ ഞങ്ങൾ പൈസ കിട്ടുമ്പോൾ എടുത്തിട്ട് എന്താ കാര്യം? ഓരോ പ്രശ്നം നമ്മള് എൻജോയ് ചെയ്യാതെ ഞാൻ എത്ര കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇന്നുള്ള ലൈഫ് നമുക്ക് ഉണ്ടാവുള്ളൂ, നാളെ നമ്മൾ ഉണ്ടോന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ അതിന്റെ കൂടെ ആൾക്കാർ ഇപ്പൊ നമ്മള് എന്ത് ചെയ്താലും അത് നമുക്ക് വീഡിയോ ആക്കാൻ പറ്റുന്ന തരത്തില് ഇപ്പൊ ആൾക്കാരെ നമ്മളെല്ലാം തൂർത്ത് കാണിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ള മെന്റാലിറ്റി എന്താ വന്നതായിരിക്കും. ഞാൻ ആദ്യം വരയ്ക്ക് എനിക്ക് മാസം എമൗണ്ട് കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു. അത് വരയ്ക്ക് ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയില്. കാരണം ഞാൻ അത് കാട്ടിയ ആൾക്കാർ പറയും സെന്റിമെന്റ്. അപ്പൊ അതുവരെ കാട്ടാൻ എനിക്ക് ബൈക്കിന്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ റെസീറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ മാസം ഓരോതിക്ക് പൈസ കൊടുക്കുന്ന സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ആ റെസീറ്റുകൾ കാട്ടി ഞാൻ വീഡിയോ ഇട്ടു. കാരണം ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. കാരണം ആൾക്കാർ ഫുള്ളാന്ന് പറഞ്ഞു നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ കാണിച്ചപ്പോ ആൾക്കാർ പറയുന്നത് ഇത് പറയാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. നമ്മൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്തത്. എന്ത് ചെയ്താലും ഇപ്പൊ അതാ അവിടെ ഇരിക്കുന്ന ഡ്രസ്സുകള് അത് ഇന്റെ ഡ്രസ്സുകളല്ല. അത് ഞാൻ ഇന്നലെ അതിന്റെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മളിതുപോലെ വയനാട് പോയിട്ടുണ്ടായിരുന്നു മിന്നാന്ന്. അപ്പൊ അവിടെ പോയിട്ട് തിരുമ്പോ നമുക്ക് പോണ വഴിന്ന് തന്നാണ് സബ്സ്ക്രൈബ് ആൾക്കാർ ഇതുപോലെ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സുകൾ വരെ തന്നു. അപ്പൊ അത് ഞങ്ങൾ വണ്ടി വാങ്ങി വെച്ചു. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു പഴയ ഡ്രസ്സിൽ എടുക്കില്ല, പുതിയത് മാത്രമേ അവർ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു അവരവിടെ. അപ്പോൾ അവരവിടെ കുറെ ഡ്രസ്സ് കൂട്ടിയിട്ടുണ്ട്. കാരണം അതേപോലെ കുറെ ആൾക്കാർ കൊണ്ടുവന്ന് അവിടെ കളക്ടർ ഓർഡർ അത്ര എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഡ്രസ്സുകൾ പറഞ്ഞു അതിൽ കൊണ്ട് ഇടാന് അവരത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു, അത് എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ എന്താ ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ഇട്ടില്ല. ഞാൻ പറയും ഞാൻ കൊണ്ടുപോകാൻ. കാരണം ഇവളുടെ കുറെ ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു വട്ടം ഉപയോഗിച്ചാൽ നമ്മൾ ഇതേപോലെ ആൾക്കാർ കൊടുക്കും. ഞാൻ ഇതിന് മുന്നേ കുറെ വട്ടം ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി വിചാരിച്ചു എത്ര ആൾക്കാരും കൂടി ഇല്ലാതിരിക്കും, അവർക്ക് അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇന്നലെ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടു. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തരാം, ചെലവൊന്നുമില്ലല്ലോ, ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞു. അതിന്റെ ഇടയിലും കമന്റ് നമ്മളിവിടെ എന്തിനാ ഡ്രസ്സിക്ക് എന്തിനാണ്? അതെ നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ അതിനെ അതങ്ങനെ
എന്താ തെറ്റാണ് മോശമാണ് അത് അങ്ങനെ ഇങ്ങനെ പറയും. അതെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു നെഗറ്റീവ് തുടങ്ങിയപ്പോ ഫുൾ നെഗറ്റീവിലേക്ക് നമുക്ക് പറയാം, എല്ലാരും ഇപ്പൊ നമ്മളോട് പറയും സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, അപ്പൊ നിങ്ങൾ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ആദ്യമായിട്ട് വന്നോണ്ട് ആദ്യമായിട്ട് വന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താൽ നെഗറ്റീവ് വരും എന്ന് നമുക്കറിയാം. അത് എക്സ്പെക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങാനൊക്കെ പേടിയായിരുന്നു. ആൾക്കാർ എന്തെങ്കിലും കാണുമോ എന്തെങ്കിലും പറയോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ. പക്ഷെ പുറത്തിറങ്ങുമ്പോ എല്ലാവരും നമ്മളോട് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പൊന്നു സിനിമ. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ എന്താണ് റിയാക്ഷൻ? ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ പറയാം, നമ്മള് ഇപ്പൊ നമ്മള് അന്നുണ്ടായെന്ന് നമ്മളെ നമ്മൾ ഒരുപാട് കാര്യം നമ്മൾ റിയലൈസ് ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തൊക്കെയായിരുന്നു, ഇപ്പൊ നമ്മള് എന്തൊക്കെ നമ്മൾ ചെയ്ത് തെറ്റായി പോയി, നമ്മള് അതൊക്കെ ശരിക്കും നമ്മൾ പഠിച്ചു. ഇപ്പം ആദ്യം എന്നൊക്കെ പറയുമ്പോ എന്താണ് ഈ വീടിന് പടി ഇറങ്ങി അപ്പൊ ഞങ്ങൾ വ്ളോഗ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ ഫാമിലിയിൽ അറിയിക്കണം. ശരിക്കും നമ്മുടെ ഫാമിലിക്ക് അവർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്, എന്ത് ചെയ്താലും അറിയിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ മെന്റാലിറ്റി ഒക്കെ കുറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമയം വേണമെന്ന് മനസ്സിലാക്കി തുടങ്ങി. ഇത് വ്ളോഗിങ് മാത്രമല്ല ഞങ്ങളുടെ ലൈഫ്. ഇപ്പൊ എവിടെയും പോയി ജസ്റ്റ് ഷോർട്സ് അത് എടുത്തു. അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഏട്ടൻ, ഞാൻ, അമ്മ, പിള്ളേര് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ടൈം കണ്ടെത്തുക. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വീഡിയോ എടുക്കും, ചിലപ്പോൾ വീഡിയോ എടുക്കില്ല. വ്ളോഗിങ്ങില് എന്നുള്ളൊരു അതിലേക്ക് മാത്രമുള്ള ഒരു ശ്രദ്ധ അതിപ്പോ ഇല്ല. ആദ്യം പറഞ്ഞാൽ ഒരുപാട് കടങ്ങൾ ഉണ്ടായതുകൊണ്ട് കടങ്ങൾ വീട്ടണം, കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളതുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് മാസം നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. ഇപ്പൊ പിന്നെ കടങ്ങൾ എല്ലാ യൂട്യൂബിൽ നിൽക്കുന്നവർ അങ്ങനെ തന്നെയായിരിക്കും. എല്ലാരും വന്ന് മണി ഏൺ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയായിരിക്കും കൂടുതൽ നിന്നിട്ടുണ്ടായി. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതലായിരുന്നു ആ ടൈമിൽ. ആത്മാർത്ഥത കൂടിപ്പോയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വ്ളോഗിങ് മാത്രം എന്നുള്ള ഒരു എമൗണ്ട് ഒരു 50,000 റുപ്യ കിട്ടിയാലും ഒരു 25,000 റുപ്യ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മളിപ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ എല്ലാം കൊടുക്കാൻ കടങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ നല്ലോണം മാസം എമൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാം, പ്രൊമോഷൻസ് എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ അങ്ങനെ ഞാനും മല്ലു ഫാമിലി അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് നമ്മളിൽ 75% സ്ത്രീകളാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വട്ടം ഒരു സംഗതി ചെയ്തു, ഇതുപോലെ എന്തോ ഒരു പ്രൊഡക്റ്റിന്റെ സംഗതി ചെയ്തു, അത് കുറച്ച് നെഗറ്റീവ് വന്നു ഇവൾക്ക്. അപ്പൊ അതിനുശേഷം എനിക്ക് നല്ല പേടിയായി, ഞങ്ങൾ എടുക്കൂല. പിന്നെ ഇപ്പൊ എയർ ഓയിൽ അതൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞ പൈസക്ക് കിട്ടും. ഇപ്പൊ 40,000 റുപ്യ ഒരു വീഡിയോ വേണം പറഞ്ഞാൽ കിട്ടും. ചെയ്യാറില്ല, ഞാൻ അങ്ങനെ ചോദിക്കാണ് പൈസക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ ഞാനറിയില്ല, നമുക്കൊരു പേടിയാണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞാൽ വല്ല പ്രശ്നമാകും. ഇപ്പൊ ഇവളൊരു ഇത് പഠിച്ചു, അത് ഇവിടെ പഠിച്ചെടുത്ത് തന്നെയാണ്. എനിക്കതിനെ പറ്റാറില്ല. അതിനാൾക്കാർ നമ്മൾ പ്രൊമോഷൻ എന്ത് പ്രൊമോഷൻ, ഒരു പ്രൊമോഷൻ അല്ല. പക്ഷെ ആൾക്കാർ ഇവളുടെ അടുത്ത് അതിനെ പറ്റി അങ്ങനെ കമന്റ് പറയണു. എനിക്കറിയില്ല ആൾക്കാർ എന്ത് ചെയ്താലും അത് അങ്ങനെ പറയണു. പിന്നെ നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയതിന്റെ ഒരു പ്രശ്നം. അപ്പൊ നമ്മളങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രൊമോഷൻ. പുറത്ത് ഒരാൾ കല്ലെടുത്ത് ചെയ്തോളെ അതെന്താ സംഭവം അല്ല, നമ്മളെല്ലാം പ്രൊമോഷന്റെ ബേസിലൂടെ ചെയ്യുന്നതായിരിക്കില്ല. ചിലപ്പോ ചിലതൊക്കെ പ്രൊമോഷൻസ് ആയിരിക്കാം, ചിലതൊക്കെ നമ്മുടെ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് നേടിയതാണ് പലത്. അപ്പൊ അതിനും പ്രൊമോഷനാണ് കേൾക്കേണ്ടി വരുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഐഫോൺ വാങ്ങിയ പ്രശ്നം, വണ്ടി എടുത്ത പ്രശ്നം, പക്ഷെ വേറെ ആർക്കും പ്രശ്നമില്ല. മല്ലു ഫാമിലി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റീച്ച് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തോന്നറിയാം, നമ്മളൊന്നില്ലായ്മയിൽ നിന്നാണ് എല്ലാവരും കണ്ടുവന്നത്. ഒന്നില്ലായ്മ എന്തൊക്കെയോ ഞങ്ങളായി പോയിന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് എന്തോ അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ, കാരണം ഇപ്പൊ ഞങ്ങൾക്കിപ്പോ നല്ല എമൗണ്ട് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാം, ഡെയിലി ഷോർട്സ് ചെയ്യാം, പ്രൊമോഷൻസ് ഇഷ്ടം പോലെ കിട്ടും, ഇഷ്ടം പോലെ എടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 25,000 രൂപ വെച്ച് ഞങ്ങൾക്ക് അത് മതി. കാരണം ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആ 25,000 1000 വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഹാപ്പിയാണ്. ഇപ്പൊ കിട്ടുന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അത് ചോദിച്ചപ്പോഴാണ് വിയർപ്പിന്റെ അസുഖം ഉണ്ടായിരിക്കുന്നത് തമാശക്ക് പറഞ്ഞതാണ് സുജൻ, അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. അതായത് എപ്പോഴും പറയുന്നത് അത് ഭയങ്കര നമ്മൾ നോർമലി പറഞ്ഞു. ഇപ്പൊ ഞാനും പറയും എനിക്ക് വിയർപ്പിന്റെ അസുഖങ്ങളോട് ഞാൻ ജോലി ചെയ്യാൻ നമ്മൾ നോർമലി പറയുന്ന സംഭവമാണ്. പക്ഷെ അത് എടുത്തിട്ട് ഭയങ്കര ട്രോൾ ആയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പൊ ഫുൾ ടൈം ബ്ലോഗേഴ്സ് ആയതാണോ, ഇനി ജോബിന് പോകുന്നില്ല, എന്താണ്? അല്ല അതെന്തറിയോ, മറ്റേ ഇപ്പൊ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, മനസ്സിലാക്കണം. അല്ല ഏട്ടൻ വയർപ്പിന്റെ ഞാനും ഇടയ്ക്കായിരുന്നു കളിയാക്കണം. പക്ഷെ അപ്പോഴൊക്കെ ഏട്ടൻ പറഞ്ഞ ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ 6 വയസ്സ് തൊട്ട് ഒരുപാട് വയർത്ത് അധ്വാനിച്ചിട്ടാണ് ഈ 25-ാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പൊ 30 വയസ്സായി. സ്റ്റാർട്ട് ചെയ്യുമ്പോ 25 വയസ്സ് പറയല്ലേ, അത് കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ 6-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ വയർത്ത് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോ 6 വയസ്സ്. 6 വയസ്സ് നമുക്ക് ക്യാൻസർ വന്നത്.
ഏട്ടന് 6 അല്ല വയസ്സിൽ ഞാന് മറ്റേ 5ാം അല്ല, ക്ലാസ് 6ാം പഠിക്കുമ്പോൾ ക്ലാസ്സിൽ തൊട്ടിട്ട് sorry, ഞാൻ 5ാം ക്ലാസ് അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. അല്ല കുറെ കഷ്ടപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആറാം കുറെ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് തീ പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അങ്ങനെ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് അങ്ങനെ പഠിത്തം നിർത്തിയതാണ്. പിന്നെ അങ്ങനെ കുറച്ചങ്ങനെ പോയിട്ട് പിന്നെ 9ാം ക്ലാസ് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയില്ല, അവിടെ നിർത്തിയതാണ്. പിന്നെ പെങ്ങള് പഠിക്കാൻ പോയി, ഞാൻ പിന്നെ അങ്ങനെ എല്ലാം കുറെ പണിക്കുണ്ട്, തേപ്പ് പണി കുറെ പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ 9 പഠിത്തം നിർത്തി. പിന്നെ അങ്ങനെ ഞാന് ഓട്ടോറിക്ഷ പണി എടുക്കാൻ അങ്ങനെ ഇറങ്ങി. കുറെ പണിക്കോട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ പണി, അങ്ങനെ കുറെ കണ്ടമാനം പണിക്കോട്ടുണ്ട്. ഞാൻ ചെന്നൈയിലായിരുന്നു, ചായക്കടയിലായിരുന്നു ക്ലാസ് എടുക്കുന്നത്. ഞാൻ ചെന്നൈയിൽ കാശിച്ചേട്ടി സ്ട്രേറ്റ് എന്ന അവിടെ കടയിൽ അവിടെ ആയിരുന്നു. അവിടെ നാട്ടിലേക്ക് വന്നു. പിന്നെ അവിടെ അങ്ങനെ നിന്നപ്പോ പിന്നെ എനിക്ക് പണിക്ക് ഇതാക്കി ഞാൻ ഓട്ടോറിക്ഷ എടുത്തു. പിന്നെ ഓട്ടോറിക്ഷ സ്വന്തം അങ്ങല്ല, വേറെ ആളുടെ ഓട്ടോറിക്ഷകൾ അങ്ങനെ ഓടിയായിരുന്നു. പിന്നെ അങ്ങനെ ഓടിയത് അങ്ങനെ മുന്നേക്ക് അങ്ങനെ പോകുന്നതായിരുന്നു. ഓരോ പ്രശ്നങ്ങളൊന്നും ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ എനിക്ക് ഞാൻ ഗൾഫിൽ പോകാണ്ട് വിസ നോക്കാൻ തുടങ്ങി. വിസ നോക്കാൻ തുടങ്ങിയപ്പോൾ ഇത് എമിഗ്രേഷൻ അടിക്കണം, ഇത് പാസ്പോർട്ടിൽ കയറുന്നത്. അപ്പോൾ പിന്നെ SLC ഇല്ല ഉണ്ടാകുന്നില്ലേക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ച് നിർത്തുന്നില്ലേ. പിന്നെ SLC എടുത്തിട്ട് എമിഗ്രേഷൻ അടിച്ചപ്പോൾ വിസ കിട്ടണില്ല. പിന്നെ ഒരു ഇതുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ എങ്ങനെ നമുക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് പുറത്തെങ്ങനെ പോയാലും ഒരു 1500 റിയാല്, ഒരു 25 റുപ്യ 30 റുപ്യ വരെ സാലറി നമ്മളിപ്പോൾ നോർമൽ ആൾക്കാർക്ക് ഒരു ഗൾഫിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ എന്നാലും ഡ്രൈവർ പണി എടുത്താലൊക്കെ അങ്ങനെ നോർമലായിട്ട് കിട്ടും. ചിലപ്പോൾ അതിനെ കുറിച്ച് കിട്ടുന്നതായിരിക്കും. ഞാൻ അന്വേഷിച്ചപ്പോൾ കേക്ക് അങ്ങനെ കിട്ടുള്ളൂ പറഞ്ഞു. ആ ഒരു പൈസ എനിക്കിപ്പോ അതിലും കൂടുതൽ ഇവിടെ യൂട്യൂബിൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ നിന്നാ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വേറെ പണിക്ക് പോകണ്ടല്ലോ. ശരിയാണ്, ലോജിക്കൽ ഒരു കാര്യമാണ്. കാരണം ഇത്രയും നാള് ഞാൻ പണിയെടുത്തു, ഇപ്പൊ എനിക്ക് ആ ഒരു ഞാൻ 25 വയസ്സ് വരെ നല്ല കഷ്ടപ്പെട്ടാവും തന്നെ, വെറുതെ ഇരുന്നിട്ടൊന്നല്ല. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ കമ്പനി ഉണ്ടോ വിചാരിക്കും ഇവൻ വെറുതെ ഇടക്കല്ലേ എന്ന്. വെറുതെ ഇടക്കല്ല, അതുവരെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയത്. പിന്നെ ചാനൽ എന്നുള്ള കാര്യം അത് ചാനൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഞാൻ കുറെ ഇവിടെ ഇരുന്നിട്ടുള്ള വർത്താനൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു ഇതിക്ക് എത്തണവരേക്ക് നല്ലോണം കഷ്ടപ്പെട്ടാണ്. നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോസ് അങ്ങനെ തുടക്കത്തിലൊക്കെ എടുത്തിരുന്നത്. ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഇതാക്കണം. ഞാൻ പറയാം, എനിക്ക് മാസം ഒരു 30,000 റുപ്യ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അത്ര തന്നെ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ആദ്യത്തെ പോലെ അങ്ങോട്ട് കടന്ന് മാസം 2.5 ഉണ്ടാക്കണം, 3 ലക്ഷം ഉണ്ടാക്കണം, 4 ലക്ഷം ഉണ്ടാക്കണം, അങ്ങനത്തെ സംഗതികളൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഗൾഫിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു പൈസ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ, ഞാൻ TikTokലേക്ക് ഒരു സെഗ്മെന്റ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റ് പബ്ലിക് കമന്റ്സ് ആണ്. സോ ബാഡ് കമന്റ്സും ഉണ്ടാവും, ഗുഡ് കമന്റ്സും ഉണ്ടാവും. ഞാനത് മുഴുവൻ കമന്റും വായിക്കാം. കമന്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് മല്ലു വ്ളോഗ്സ് ആയിട്ടല്ലേ നമ്മളെല്ലാവരും കാണുന്നത്, അപ്പം എന്താണ് ശരിക്കും പൊന്നൂസ്, എന്താണ് സുജി എന്ന് പറയാനുള്ളൊരു അവസരമാണ്. മിറർ ടോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാം, ഈ കമന്റ്സിനൊക്കെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കമന്റ്സ് ആദ്യം വായിച്ചേക്കാം കേട്ടോ. ആദ്യം എനിക്ക് ഈ ഫാമിലിയെ വെറുപ്പായിരുന്നു, പിന്നെയാണ് മനസ്സിലായത് ഇപ്പം എനിക്ക് അറുപ്പാണ് ഈ ഫാമിലിയെ. അടുത്തൊരു ഇത്, മല്ലു ഫാമിലി ഇഷ്ടമല്ല, അഹങ്കാരമാണ് ഇവർക്ക്. ഇത്രയും വിവരമില്ലാത്ത സബ്സ്ക്രൈബേഴ്സാണ് മല്ലു ഫാമിലിയിലുള്ളത്. വിവരക്കേടാണ് പറയുന്നതെങ്കിലും കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. അടുത്തത്, ഭാര്യയും കൊള്ളാം കെട്ടിയനും കൊള്ളാം, കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കെട്ടി ഉണ്ടാവില്ല. പൊന്നൂസ് ആൻഡ് സുജിൻ ശരിക്കും നാണം കെട്ടുപോയിട്ടുള്ള ഇന്റർവ്യൂസ് ആണിത്. വിയർപ്പിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ ദൈവം സഹായിക്കട്ടെ. നിന്റെ ആദ്യത്തെ വീഡിയോസിൽ നിന്ന് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയോ നേടിയെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, എന്നാൽ നിങ്ങളൊരു വട്ടപൂജ്യമാണ്. പിന്നെ ഏതോ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ദേശീയഗാനം വന്നപ്പോൾ എണീറ്റ് എന്നില്ല, അതുകൊണ്ട് ഫുൾ കമന്റ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാല്. അതൊക്കെ ഈ ലാസ്റ്റത്തെ വീഡിയോ ആണ്. പക്ഷെ അത് ദേശീയഗാനല്ല, ഒരു പ്രാർത്ഥന. പക്ഷെ നമ്മൾ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഞാനും എന്റെ കൂട്ടുകാരനും പൊന്നൂസിന്റെ അമ്മ ഞങ്ങൾ എണീറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വീഡിയോ എടുത്തപ്പോഴേക്ക് തോന്നുന്നു കൊടുത്തത് ഞങ്ങൾ ഇരിക്കണ സാധനം അവിടെ കൊടുക്കും, പക്ഷെ സത്യത്തിൽ ഞങ്ങൾ എണീറ്റ് നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് പോസിറ്റീവ് കമന്റ്സ് ഉണ്ട് കേട്ടോ. ചേച്ചി സുഖമാണോ, നിങ്ങളെ നേരിട്ട് കാണുന്ന വലിയ ആഗ്രഹമാണ്, നിങ്ങളുടെ ഫാമിലിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. അതേപോലെ തന്നെ പൊന്നൂസിന്റെ അച്ഛൻ വിഷ്ണുവേട്ടനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നു, പൊന്നൂസിന്റെ അച്ഛനോട് വളരെ ബഹുമാനം തോന്നുന്നു. ഇങ്ങനെ കുറേ ഗുഡ് കമന്റ്സും ഉണ്ട്, കുറേ ബാഡ് കമന്റ്സും ഉണ്ട്. സോ ഒരു മിററാണ് നിങ്ങളുടെ മുമ്പിലെങ്കിൽ ഈ ഒരു ഗുഡ് കമന്റ്സിനും ബാഡ് കമന്റ്സും നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? നമ്മുടെ പ്രേക്ഷകരോടൊന്ന് നിങ്ങൾ പറയാമോ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ തെറ്റുകൾ, ഇതൊക്കെ ഈ ഒരു കമന്റ്സിനൊക്കെ ഒരു മറുപടി പറയണമെങ്കിൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഇപ്പോൾ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തൊട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അപ്പം ക്ലിയർ ചെയ്ത് നമ്മുടെ വ്ളോഗിലൂടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫാമിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ഞങ്ങൾക്ക് പിന്നീട് തിരിച്ചടിയായത്. ഇപ്പം ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അന്നൊക്കെ സമയം ഞങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഞങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവുന്ന ഈച്ച് ആൻഡ് എവരിത്തിങ് കാര്യങ്ങൾ നമ്മുടെ വ്ളോഗിലൂടെ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ പറയാനൊക്കെ ഞങ്ങൾ നിർത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ കമൻസിലൂടെ ആയാലും ആൾക്കാർ പറഞ്ഞു തന്നിട്ടായാലും ഞങ്ങൾക്ക് അറിയാം
ഞങ്ങളതൊന്നും പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഫാമിലിയിലെ കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് നിങ്ങളെ സ്വന്തം ഫാമിലിയെ പോലെ കണ്ടിട്ടാണ് എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളത് ചെയ്ത് വലിയൊരു വിഡ്ഢിത്തരായെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഫാമിലി അല്ല, എന്ത് കമന്റ്സ് ഇട്ടാലും അപ്പൊ നമ്മൾ അതിനുള്ളൊരു മറുപടി കൊടുത്തായിരുന്നു. പക്ഷെ പിന്നീട് അത് ഞങ്ങൾക്ക് തന്നെ വലിയൊരു നെഗറ്റീവായി മാറിയത്. ഇവർ എന്തിനാണ് എല്ലാം പറയുന്നത്? പിന്നെ ഒരു പ്രശ്നം വരുമ്പോ അവര് പഴയതൊക്കെ എടുത്ത് പറയും. മനസ്സിലായത് പ്രശ്നം വരുമ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫാമിലി നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായത് നേരെ തിരിച്ചാണ് അനുഭവങ്ങൾ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പഴയ പ്രശ്നങ്ങളടക്കം കുത്തി ഇന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ പോലും കൂടി ആ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ താഴെ പോലും കൂടി പഴയ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞ് അന്ന് അവരൊന്ന് വേദനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് അതടക്കം കുത്തിയിട്ട് ഞങ്ങൾ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരുപാട് കമന്റ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ പലതും ഞങ്ങൾ ഇങ്ങനെ സാരില്ല, നമ്മൾ എന്ത് ചെയ്താലും ഇത് തെറ്റാണ്. നമ്മൾ എന്തൊരു സാധനം വാങ്ങിയാലും തെറ്റാണ്, എന്ത് വാങ്ങിയാലും എന്ത് കാട്ടിയാലും അത് തെറ്റാണ്. അത് കുറെ കമന്റ്സിന് വരാറുണ്ട്, ഇതെന്താ മല്ലു ഫാമിലിക്ക് മാത്രം ഒരു പ്രശ്നം, മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ല, അത് അങ്ങനെ ചെയ്യുന്നത്. ആൾക്കാർ വിചാരം ഞാൻ ഇപ്പോൾ ആദ്യത്തെ പോലെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകണമെന്നാണ്. എന്താ വെച്ചാൽ എനിക്കറിയില്ല, ആൾക്കാർ അങ്ങനെ കമന്റ്സ് ഇടാറുണ്ട്. പക്ഷെ ആൾക്കാർ കമന്റ് ഇടാറുണ്ട്, നമ്മള് എന്താണ് നിങ്ങൾ പഴയ പോലെ ഓട്ടന്നെ ഓടിക്കാൻ പോകണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലും ലൈഫിലൊക്കെ ഞങ്ങളൊന്നും കൂടി സെറ്റ് ആവാനുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ ഞങ്ങൾ സ്വന്തമായിട്ട് മേടിക്കും. ഞങ്ങൾക്ക് ഓട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എൻ്റെ ഏട്ടൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ്, ഡ്രൈവറാണെന്ന് പറയും. എനിക്കൊരു നടക്കേട് ഇന്നും ഇല്ല. ഞാൻ ഇന്നും പറയുന്നത് ഏട്ടൻ യൂട്യൂബറാണെന്നൊന്നല്ല, ഞാൻ ഇന്നും പറയുന്നത് എൻ്റെ ഏട്ടൻ ഡ്രൈവറാണെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ നെഗറ്റീവാണ്, അല്ലെ കുറ്റാണ്. ഞാനിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോക്കുണ്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരത്ത് പോലും കൂടി ഞാൻ ഓടിയ സ്റ്റാൻഡിന്റെ അവിടെ ആയിരുന്നു. ആൾക്കാർ ചെന്നറിയോ, നമ്മളൊരു യൂട്യൂബ് തുടങ്ങി, നമ്മൾ പിന്നെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ മറന്നു എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ. അങ്ങനല്ല, ഇപ്പോഴും സ്റ്റാൻഡിലത്തെ ഏട്ടന്മാരുടെ കൂടെ തന്നെ പടത്തിന് നോക്കും, എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും സംസാരിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡുമായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്നവരെ തന്നെയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ഇത്രയും കമന്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കാണ്ടാമൃതത്തിന് തൊലിക്കെട്ടിയാണ്, ഉടായിപ്പ് കപ്പിൾസ് ആണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീണ്ടും മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനത്തെ കമന്റ്സ് വീണ്ടും വീണ്ടും വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പെയിൻ വീണ്ടും കടന്നു വരാറുണ്ടോ? അല്ലെങ്കിൽ ഫാമിലിയിൽ അമ്മേനെയും ഒക്കെ ഇത് ബാധിക്കുന്നുണ്ടാവും അല്ലെ? അവർക്കൊക്കെ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് അവരൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഫാമിലി? ആദ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിലൊക്കെ ഇരുന്നപ്പോൾ ഈ കമന്റ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകം തോന്നിയത്. കാരണം അതിനെക്കാട്ടും സ്ട്രഗിളിങ്ങിലൂടെയാണ് ഞങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് വീഡിയോ കാണുന്നതല്ലല്ലോ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അതിനെക്കാട്ടും വിഷമത്തിൽ ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ ആ ഒരു കമന്റ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല. കാരണം ഇതിനെക്കാട്ടും ഞങ്ങൾ വേദനിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഒരു കമന്റ് അല്ല അതിൻ്റെ കൂടെ ഇരുന്നോട്ടെ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇത്രയും ഞങ്ങളുടെ ഫാമിലി ആയാലും ഞങ്ങളായാലും ഇത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഫാമിലി, അമ്മ, അച്ഛൻ, ചേച്ചി, വിഷ്ണുട്ടൻ, ഞങ്ങൾ ഇത്രയും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ആൾക്കാർക്ക് എന്തോ ഇഷ്ടമല്ലാന്ന് തോന്നിയാണ്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതോ അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടം. അതിൻ്റെ ഇടയിൽ വരും, ഇവരെന്നാ അങ്ങനെ പറഞ്ഞല്ലേ ഇങ്ങനെ. ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു മലയാളികൾ അങ്ങനെയാണ് തോന്നുന്നു എനിക്ക്. അതിങ്ങനെ പിന്നെയും കുത്തി നമ്മളെ വേദനിപ്പിക്കണം എന്നുള്ള ചിന്താഗതി. പിന്നെ നമ്മുടെ ഫാമിലിക്ക് നമ്മളറിയാം, എല്ലാവരും ആ ടൈമിൽ വേദനിച്ചെങ്കിലും ഇന്ന് ഞങ്ങൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയും, നിങ്ങളെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ കുറെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം പ്രേക്ഷകർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാടകം കളിക്കുകയാണ് ഇവർ നമ്മളെ പറ്റിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടും, ഇങ്ങനത്തെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. സോ ഇവരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? അവരോട് ഇപ്പോൾ എന്ത് പറയാനിപ്പം നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അന്നത്തെ ആ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി നമുക്കിത് എങ്ങനെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് പറയാത്തൊരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പം അതന്ന് അങ്ങനെ കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നശിച്ചൊരു പാസ്റ്റാണ് അത്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഇനി കൂടുതൽ സംസാരിക്കാനോ ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു ഞങ്ങളുടെ ലൈഫിലൊരു ചാപ്റ്ററാണ് അത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഞങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പോലും ആ പ്രശ്നത്തെ പറ്റിയിട്ട് ഞങ്ങൾ പോലും ഓർക്കാറില്ല. ഇനി നിങ്ങളായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കരുത്. എന്തായാലും ആ പാസ്റ്റ് എന്തായാലും അവിടെ പോയി. ഇമോഷണലി നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഒക്കെ
തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും അതേപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. സോ ആ ഒരു ഇമോഷണൽ പാസ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ വിടാം. എന്തായാലും ലൈഫിൽ ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പിയാണ്, ഇപ്പൊ നല്ല ഹാപ്പിയാണ്, കണ്ട ഹാപ്പിയാണ്. അപ്പം ഉടായ്പ കപ്പിൾസ് ഒരു കമന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഉടായ്പ കപ്പിൾസ് അല്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള കപ്പിൾസ് ആണ്. ആ ഒരു പ്രണയമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടാവും. നമുക്ക് പ്രണയം ഒന്ന് ചെക്ക് ചെയ്താലോ? നമുക്ക് ആ പ്രണയം ഒന്ന് ചെക്ക് ചെയ്യാം, ഒരു ഗെയിമിലേക്ക് പോവാം അല്ലെ? സോ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമുക്ക് കിടക്കാം. എഴുതിയോ? എന്താ പൊന്നുണ്ട് ഫേവറേറ്റ് ഫുഡ്? ഷവർമ്മ. നോക്കട്ടെ. സുജിന്റെ ബർത്ത്ഡേ എന്നാണ്? ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്നത്. എന്തായാലും ആ ഒരു പഴയ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സ് പറയുന്നില്ല, ഒരുപാട് ഫ്രണ്ട്സിൽ കുറച്ച് പേരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഇത്രയും കട്ടയ്ക്ക് നിൽക്കുന്ന 3 ചങ്കുകളെ തന്നിട്ടുണ്ട്.